ഇവര് പോയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഏത് പോർഷനിൽ? ഡേഞ്ചറസ് ആയിട്ട് ഞാൻ കന്യാകുമാരിയിൽ വെച്ചൊരു വള്ളത്തിൽ പോയായിരുന്നു. വള്ളത്തില് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പായ വഞ്ചി കെട്ടിയിട്ടുള്ള ഒരു വള്ളമാണ്. അത് കാറ്റ്, ഞാൻ പറഞ്ഞില്ലേ കാറ്റ് കൂടുതലായതിന്റെ പേരില് ഇവര് പായ, നമ്മുടെ ഈ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ പായ കെട്ടും. ആ കാറ്റിലായിരിക്കും ഈ വള്ളം പിന്നെ പോണത്. എഞ്ചിൻ ഉണ്ടാവില്ല അതിനകത്ത്. അപ്പൊ ഈ കാറ്റ് വെച്ച് ഞങ്ങൾ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ അഴി ഇങ്ങനെ ഇറങ്ങി വള്ളം ഇങ്ങനെ വന്നപ്പോഴേക്കും പെട്ടെന്നൊരു കടൽ ഇങ്ങനെ അടിച്ച് അവിടെ കുറെ പാറകളാണല്ലോ. ഈ വിവേകാനന്ദ പാറ അടുത്ത് എവിടെയാണ് പോയത്, ആ പാറയുടെ അവിടെ നിന്ന് ഒരു കടൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു വന്നപ്പോഴേക്കും, അതായത് വള്ളത്തിന്റെ ഓൾമോസ്റ്റ് മോളിൽ കൂടെയാണ് ആ തെര ഇങ്ങനെ പോയത്. കുളിപ്പിച്ചോ ഞങ്ങളെല്ലാരും. പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാനൊന്ന് പതറിപ്പോയി. സാധാരണ നമ്മ എന്ത് കടൽ വന്നു കഴിഞ്ഞാലും അങ്ങനെ പേടിക്കാറില്ല ഞാൻ. അപ്പൊ എന്റെ കൂട്ടുകാരന്മാര് പലരും പറയണ പേടിക്കണേനും ഒരു ബുദ്ധി വേണം, നിനക്കതില്ലാതൊക്കെയാണ് പറയണത്. പക്ഷെ അന്നേരം ഞാൻ പേടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കുറച്ച് റിസ്ക്. അത് ഈ പറഞ്ഞ ചൂണ്ടപ്പണിയായിരുന്നു, ഓട്ടച്ചൂണ്ടാന്ന് പറയും. നമ്മ ഈ നെയ്മീനെ പിടിക്കാനായിട്ട് കാറ്റിന്റെ ഒപ്പം വെറുതെ ചൂണ്ടിങ്ങനെ വെള്ളത്തിലേക്ക് ഇടുള്ളൂ. എന്നിട്ട് ഈ വള്ളം ഇങ്ങനെ ഓടണനുസരിച്ച് നെയ്മീൻ വന്ന് അതിൽ പിടിക്കും. അത് 1, 2, 3 നെയ്മീനൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. 4 പേര് 3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ കിലോന് ആ സമയത്ത് 1500 രൂപ 1500 രൂപയൊക്കെ നെയ്മീൻ ഉണ്ടാവും. ഒരു ദിവസത്തെ പണി 6000 രൂപ 7000 രൂപയൊക്കെ അവർക്ക് കിട്ടും. അങ്ങനെയാണ് ആ പണി. അതെ അതെ. അപ്പൊ അതാണ് ഏറ്റവും അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ.